മലയാളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. ഇനി നമ്മൾ എടുക്കുന്ന കേക്ക് ടിന്ന് ആദ്യം തന്നെ റെഡിയാക്കി വയ്ക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിലും കൂടി ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് റെഡിയാക്കി വയ്ക്കാം. ഞാനിവിടെ ഡേറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഉണക്കമുന്തിരി കുരു ഇല്ലാത്തതാണ് ഒരു 1/2 കപ്പ്. അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1/4 കപ്പ്. പിന്നെ 3 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഓരോന്നും 1/4 കപ്പ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നട്ട്സ്, കാഷ്യൂ നട്ട്സും ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാം കൂടിയിട്ടൊരു 2.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇനി ഷുഗർ കാരമലൈസ് ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ലോയുടെയും മീഡിയത്തിൻ്റെ ഇടയിലാണ് വെച്ചിരിക്കുന്നത്. ഷുഗർ ചെറുതായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ചെറിയൊരു ബ്രൗൺ കളർ ആയാൽ മതിയാവും, ഒരുപാട് അങ്ങ് കളർ ആവേണ്ട. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര മുഴുവനും നന്നായിട്ട് മെൽറ്റായി കിട്ടണം. പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ചൂടുവെള്ളം ചേർത്ത ശേഷം ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ചേർക്കുന്ന ടൈമിൽ പഞ്ചസാര ഒന്ന് കട്ട പിടിക്കും. തിളച്ച് വരുന്നതനുസരിച്ചിട്ട് അത് നന്നായിട്ട് മെൽറ്റായി വന്നോളൂ. പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഫ്ലോറിൽ ചേർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള ഷുഗർ സിറപ്പിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നാലും നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ആ ചൂടോടുകൂടി തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓറഞ്ച് പീല് ചേർത്ത് കൊടുക്കാം. ഓറഞ്ചിൻ്റെ പുറത്തുള്ള തൊലി മാത്രം ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അകത്തോട്ടുള്ള വൈറ്റ് പോർഷൻ എടുക്കരുത്. ഇതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് അളന്നെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 2 ഏലക്കയും 2 ഗ്രാമ്പൂ, ഒരു ചെറിയ പീസ് കറുവപ്പട്ടയും ജാതിക്ക കുരുവിൻ്റെ ചെറിയൊരു പീസും ചുക്കുപൊടിയുമാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും നന്നായിട്ട് പൊടിച്ച് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. പൊടികളായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാം കൂടിയിട്ട് 1 ടീസ്പൂൺ കണക്കിന് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ച് വയ്ക്കാം. അപ്പോഴാണ് എല്ലാം നല്ലപോലെ മിക്സായി കിട്ടുന്നത്. ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ള തന്നെ ആയിരിക്കണം. ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ എടുത്ത് തണുപ്പ് മാറിയ ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യുന്നത് ആ പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിവിടെ ഇതുപോലത്തെ ഒരു അലുമിനിയം പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്തായിട്ടൊരു റിങ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അടച്ച് വയ്ക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മൈദയല്ല, എക്സ്ട്രാ മൈദയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. മൈദ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആ മുട്ടയും വാനില എസൻസും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ ഞാനിത് ഫസ്റ്റ് സ്പീഡിൽ 30 സെക്കൻഡാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിച്ച ശേഷമുള്ള അളവാണ് 1/2 കപ്പ്. അപ്പോൾ അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം പകുതി ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സായി വന്ന ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ലോ ടു ഹൈ സ്പീഡ് വരെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആ മുട്ടയുടെ കളറൊക്കെ മാറിയിട്ട് നല്ല സ്റ്റിഫായിട്ട് നല്ലൊരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിൽ വരും. ഇതിപ്പോൾ കുറച്ച് കളറൊക്കെ മാറി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ മുട്ട നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ നന്നായിട്ട് ലെയർ വരുന്നുണ്ടെങ്കിൽ ഇത്രയും മതിയാവും. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം.
അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കേണ്ടത്. ബട്ടർ നന്നായിട്ട് ഉരുക്കി ചൂടെല്ലാം മാറിയ ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ തണുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഷുഗർ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അത് 3 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇനി ബീറ്റർ ഉപയോഗിക്കേണ്ട, ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു സ്പാച്ചില വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുട്ട പൊങ്ങി വന്നതെല്ലാം അങ്ങ് താഴ്ന്നു പോവും. അപ്പോൾ പതിയെ ഫോൾഡ് ചെയ്തെടുക്കാം. വീണ്ടും കുറച്ച് ഫ്ലോർ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്യാം. ഇതും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ബാറ്റർ കുറച്ചൊന്ന് കട്ടിയാവും. അപ്പോൾ ഇതുപോലെ പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഫ്ലോർ മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാറ്റർ ഇത്രയും കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ മേളിലായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി വെച്ച് കൊടുക്കുകയാണ്. ഇനി പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ലോയുടെ മീഡിയത്തിൻ്റെ ഇടയിലാണ് ഫ്ലെയിം വയ്ക്കുന്നത്. നന്നായിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 35 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് തുറന്ന് നോക്കിയാൽ മതി വെന്തിട്ടുണ്ടോ എന്ന്. നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിലും കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇതിപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കേക്ക് നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഒരു ദിവസം മുഴുവനും ഇത് പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ടുള്ളതൊന്നും തന്നെ താഴ്ന്നു പോയിട്ടില്ല. എല്ലാ ഭാഗത്തും ഒരുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഓവനൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാം. പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ആഡ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Thank you for watching.